ഭൂമിക്ക് മീതെ 400 കിലോമീറ്റർ ഉപരിതലത്തിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നിലയം അവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള, ഇന്ന് വരെ ഭൂമിയിൽ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു കൂടെയാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നുള്ളത്. ഇടയ്ക്ക് നമ്മുടെ മാനത്ത് അത് പ്രത്യക്ഷപ്പെടാറുണ്ട്. ചില സന്ദർഭത്തിൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. അത് നമ്മുടെ ആകാശത്ത് നോക്കിയാൽ ചില സന്ദർഭത്തിൽ അത് കാണാൻ സാധിക്കും. ഈ ഒരു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നുള്ളത് അത് വളരെ അതിവേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡിൽ 7.5 കിലോമീറ്റർ തോതിൽ, അതായത് മണിക്കൂറിൽ 27,600 കിലോമീറ്റർ ആണ് അത് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു നിലയം 1.5 മണിക്കൂർ കൊണ്ട് ഭൂമിയെ ഒരു തവണ വലയം ചെയ്ത് തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഒരു ശാസ്ത്രജ്ഞൻ, അതായത് ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനകത്തിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിനകത്ത് 45 മിനിറ്റ് പകലും 45 മിനിറ്റ് രാത്രിയായിരിക്കും. അപ്പൊ പകലും രാത്രിയും മാറിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം തന്നെ അദ്ദേഹം നിരവധി സൂര്യോദയവും അസ്തമയൊക്കെ കാണാൻ സാധിക്കും. കാരണം അത്ര വേഗതയിലാണ് അത് ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നിലയം ഭൂമിക്ക് മീതെ സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ പകർത്തിയ അതിമനോഹരമായിട്ടുള്ള ചിത്രമാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ ഇതേ രൂപത്തിലുള്ള യാത്ര നടത്തിയിട്ടുള്ളൂ. നമുക്ക് കാര്യമായിട്ട് പോയത് അമേരിക്കക്കാരും റഷ്യക്കാരും ഒക്കെയാണ്. ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആദ്യമായിട്ട് ഇതേ രൂപത്തിൽ ബഹിരാകാശം നടത്തിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ മിഡിൽ ഈസ്റ്റിലെ ആംസ്ട്രോങ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതാനുഭവം എവിടെ വായിച്ചു തോർക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ കുറിക്കുകയുണ്ടായി. ഇതേ രൂപത്തിൽ ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് നോക്കിയ സന്ദർഭത്തിലുള്ള ആ ഒരു കാഴ്ച അത് അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജീവിതം അത് അടിമേലെ മാറ്റിമറിക്കാൻ കാരണമായി. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഭൂമിയെ നോക്കിയ സന്ദർഭത്തിൽ അദ്ദേഹം ചിന്തിച്ചെന്താ വെച്ചാൽ, ഈ ഒരു ചെറിയ ഗോളത്തിനകത്തു നിന്നാണല്ലോ മനുഷ്യർ ഇത്രയേറെ അഹങ്കരിക്കുന്നത്. അതിനകത്തു നിന്നാണല്ലോ ഇതേ രൂപത്തിൽ പ്രദേശങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി, അധികാരത്തിന് വേണ്ടിയെല്ലാം മനുഷ്യർ തമ്മിലടിക്കുകയും അതേപോലെ തന്നെ രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഈ ഒരു ചെറിയ ഗോളത്തിനകത്ത് നിന്നാണല്ലോ എന്നുള്ള രൂപത്തിലുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് വല്ലാതെ സ്വാധീനിച്ചു എന്ന് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് വിശാലമായിട്ടുള്ള ആ പ്രപഞ്ച കോണിൽ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ട് ഇതേ രൂപത്തിലുള്ള മനുഷ്യന്റെ പ്രവൃത്തികളൊക്കെ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ അതൊക്കെ കേവലം ഒരു തമാശയായിട്ട് തോന്നുമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതേ രൂപത്തിലുള്ള വലിയ ചിത്രം ലഭിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ നമ്മുടെ ചെറുപ്പം മനസ്സിലാക്കാനും, അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അത് അത്തരം കാഴ്ചകൾ നമ്മളെ കൂടുതൽ വിനയമുള്ളവരാക്കി മാറ്റും എന്നുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാഴ്ചകൾ അത് കൂടുതൽ വിനയമുള്ളവരാക്കി മാറ്റാൻ അവരെ സഹായിക്കും എന്നുള്ളതാണ്.